ഒരു ഭാര്യ കാമുകനോട് പറഞ്ഞു, എന്റെ ഭർത്താവ് വരാൻ ഇനിയും ഒരാഴ്ച കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ച മുഴുവൻ ഒരുമിച്ച് കഴിയാമല്ലോ. അപ്പോഴാണ് കാമുകൻ അവിടേക്ക് നോക്കിയത്. അവിടെ ഭർത്താവ് നിൽക്കുന്നത് അവൻ കണ്ടു. അത് കേട്ടപ്പോൾ കാമുകൻ പറഞ്ഞു, എനിക്കിത് ശരിയായി തോന്നുന്നില്ല. ഭാര്യ ചോദിച്ചു, എന്താണ് ശരിയല്ലാത്തത്? ഉടൻ തന്നെ ഭാര്യ കാമുകനോട് പറഞ്ഞു, ഐ ലവ് യു. കാമുകൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇക്കാര്യം നിന്റെ ഭർത്താവ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? അപ്പോഴാണ് ഭാര്യയും തിരിഞ്ഞു നോക്കിയത്. ഭർത്താവിനെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഭർത്താവ് പറഞ്ഞു, എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വെറും കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ഇനി കള്ളം പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ സംസാരിച്ചതെല്ലാം കേട്ടു. ഇനി പറയൂ, എന്താണ് ചെയ്യേണ്ടത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ഭർത്താവ് പറഞ്ഞു, ഇനി വാക്കുമാറ്റണ്ട. ഇവനെ സ്നേഹിക്കുന്നുവെന്നും ഇവന്റെ കൂടെ ജീവിക്കണമെന്നുമല്ലേ പറഞ്ഞത്? എന്നാൽ ഇനി ഇവന്റെ കൂടെ തന്നെ ജീവിച്ചോളൂ. അവൾ പറഞ്ഞു, ഇവൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഒരിക്കലും വരില്ല. ഭർത്താവ് പറഞ്ഞു, അതും ഒന്ന് നോക്കാം. അങ്ങനെ അവൻ വേലക്കാരിയെ വിളിച്ചു. അവൻ ചോദിച്ചു, ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഇവൻ ഇവിടെ വരാറുണ്ടായിരുന്നോ? വേലക്കാരി പറഞ്ഞു, സാർ, നിങ്ങൾ പുറത്തു പോകുമ്പോഴെല്ലാം ഇയാൾ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇവൾ പറയുന്നത് കള്ളമാണ്. അത് കേട്ടപ്പോൾ ഭർത്താവിനെല്ലാം മനസ്സിലായി. അവൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ വിവാഹവാർഷികത്തിനു വേണ്ടി ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിരുന്നു, 8 ലക്ഷം രൂപയുടെ മോതിരം. പക്ഷേ നിനക്ക് വേണ്ടത് മറ്റൊരാളാണ്. അവനെയാണ് നീ സ്നേഹിക്കുന്നത്. അങ്ങനെ ഭർത്താവ് വേലക്കാരിയോട് ചോദിച്ചു, നീ എന്നെ കല്യാണം കഴിക്കുമോ? വേലക്കാരി പറഞ്ഞു, സാർ, ഞാനൊരു വേലക്കാരിയല്ലേ, എന്നെ എങ്ങനെ കല്യാണം കഴിക്കും? ഭർത്താവ് പറഞ്ഞു, നീ വേലക്കാരിയാണെങ്കിലും നീയാണെന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത്. എന്നെ നന്നായി നോക്കിയതും നീയാണ്. എന്നോട് എന്നും ആത്മാർത്ഥത കാണിച്ചതും നീയാണ്. ഇത്രയും വർഷമായി ഈ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിന്നെക്കുറിച്ചൊരു മോശം പരാതിയും ഞാൻ കേട്ടിട്ടില്ല. നിന്നെ കല്യാണം കഴിക്കുന്നയാൾ ഭാഗ്യവാനായിരിക്കും. പറയൂ, നീ എന്നെ കല്യാണം കഴിക്കുമോ? വേലക്കാരി പറഞ്ഞു, നിങ്ങളെപ്പോലൊരാളെ കല്യാണം കഴിക്കാൻ ആർക്കാണിഷ്ടമില്ലാത്തത്? അത് കേട്ടപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കണം. ഭർത്താവ് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവുമില്ല. നിന്റെ കാമുകന്റെ കൂടെ പോയി ജീവിക്ക്. ഡിവോഴ്സ് പേപ്പർ ഞാൻ അയച്ചുതരാം. അതിലൊപ്പിട്ട് എനിക്ക് തിരികെ അയച്ചാൽ മതി. കാരണം ഇനി എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം. അവൾ വീണ്ടും കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, മതി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇവൻ ചെയ്തത് ശരിയാണോ? കമന്റ് ബോക്സിൽ പറയൂ. ഇത്തരത്തിലുള്ള കഥകൾക്കായി ഫോളോ ചെയ്തു വെക്കുക.